Dear students, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ ദ 27th വൺ, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, എ ഗുഡ് എക്സാമ്പിൾ ഫോർ റോളിംഗ് മോഷൻ, ദ റോളിംഗ് മോഷൻ എലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലൈൻ. സാധാരണ ഒരു സർഫസിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഉള്ളതാണെങ്കിൽ ആ ബോഡി അണ്ടർ റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സി ദ നൗ ഇനിഷ്യലി എച്ച് ഹൈറ്റ് ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വിത്ത് ആങ്കിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയാണെന്നിരിക്കട്ടെ, അവനിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് നമുക്കറിയാം. സോ സ്വാഭാവികപരമായിട്ടും ദാറ്റ് എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു, അവൻ അറ്റ് എ ടൈം രണ്ട് ലീനിയർ കൈനറ്റിക് എനർജി, ഒരു ലീനിയർ കൈനറ്റിക് എനർജി ഉണ്ടെന്നറിയാം. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണെങ്കിൽ അതോടൊപ്പം അതിനൊരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. സോ അറ്റ് എ ടൈം 2 കൈനറ്റിക് എനർജീസ് അവൻ വഹിക്കുന്നുണ്ടെന്നറിയാം. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് 5 പോയിന്റുകൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. ഒന്ന്, വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് ദ എൻഡ് പോയിന്റ്, ഈ ഭാഗത്തെത്തുമ്പോൾ അവൻ്റെ വെലോസിറ്റി എന്താണ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലൈൻ. ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ആ ബോഡി ജസ്റ്റ് നമ്മൾ ഹാൻഡ് റിലീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അണ്ടർ റോളിംഗ് മോഷൻ. സോ എലോങ് ദ ഇൻക്ലൈൻഡ് പ്ലൈൻ, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ അലോങ് ദ പ്ലൈൻ, ദെൻ വാട്ട് ഈസ് ദ ടൈം ഓഫ് ഡിസൻറ്റ്, ആൻഡ് ഓൾസോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഫ്രിക്ഷൻ ദെയർ. സോ ആദ്യത്തെ നമ്മുടെ കൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാം. ഇപ്പോൾ അവനിലിരിക്കുന്ന കൺസർവേഷൻ ഓഫ് എനർജി എന്ന കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അവനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് അവൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. ആ കൈനറ്റിക് എനർജിക്ക് 2 കൺസെപ്റ്റ്സുകളുണ്ടെന്ന് നമുക്കറിയാം, ലീനിയർ പാർട്ട് ആൻഡ് ദ റൊട്ടേഷണൽ പാർട്ട് ആസ് ഹാഫ് ഐ ഒമേഗ. സോ സിമ്പിളായിട്ട് നമുക്ക് റൊട്ടേഷണൽ മോഷനെ കൺവേർട്ട് ചെയ്ത് ലീനിയറാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് പകരം റേഡിയസ് ഓഫ് ജൈറേഷൻ്റെ കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ എം കെ സ്ക്വയർ ആൻഡ് വി ഈക്വൽ ടു ആർ ഒമേഗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട റിലേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആസ് ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അവിടെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓരോ ബോഡിയുടെയും നാച്ചർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണെന്നത് ഓർക്കുക. അതൊരു റിങ് ആണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആയിട്ട് മാറുകയും കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ വി ക്യാൻ ഗെറ്റ് വിത്ത് ദ വാല്യൂ ഓഫ് 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ഈ റിലേഷനിനെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് വി സ്ക്വയർ ഈക്വൽ ടു, സോ എം എം ക്യാൻസലാണ്. സോ 2 നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് 2gh ബൈ 1 പ്ലസ് കെ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ. സോ നമ്മുടെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് റെഡിയായി കഴിഞ്ഞു. ദാറ്റ് ഈസ് റൂട്ട് 2gh ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓർക്കണേ, അതൊരു സോളിഡ് സ്പിയർ ആണോ സിലിണ്ടർ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. എങ്ങനെ നമുക്ക് ആക്സിലറേഷൻ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ കണ്ടുപിടിക്കാം? വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ എബവ് ഇക്വേഷൻ ഓൺ ഇത്. സിമ്പിളായിട്ട് ഈ റിലേഷനിലേക്ക് നിങ്ങൾ കൊടുത്തേ, അവിടെ നിന്ന് നമുക്ക് ആക്സിലറേഷൻ നമുക്ക് കിട്ടും. അതോടൊപ്പം ഒരു സ്മോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആസ് സൈൻ തീറ്റ ഈക്വൽ ടു, നമ്മുടെ ഇവിടെ നിന്ന് സൈൻ തീറ്റ എടുക്കുമ്പോൾ അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് ആണെന്നുണ്ടെങ്കിൽ എച്ച് ബൈ എസ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ എസ് ജി സൈൻ തീറ്റ ഡിവിഷൻ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. വാട്ട് ഈസ് ദ ടൈം ഓഫ് ഡിസൻ? സിംപ്ലി വീണ്ടും കൈനമാറ്റിക് റിലേഷൻ ആയ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒന്ന് കൊടുത്താൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയി മാറുന്നു. അവിടുത്തെ ടൈം റിലേഷൻ നമുക്ക് ടൈം ഓഫ് ഡിസെൻറ്റ് വി ക്യാൻ ഈസിലി ഫൈൻഡ് ആസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2s division by acceleration. It becomes g sin theta by 1 plus k square division by r square. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഇത് ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഒരു റിങ്, എ ഡിസ്ക് ആൻഡ് എ സോളിഡ് സ്പിയർ.
ഒരു റേസ് നടത്തിയെന്ന് വിചാരിക്കുക, ഒരു ഓട്ട മത്സരം നടത്തിയെന്ന് വിചാരിക്കുക, ദ ടോപ്പ് ഓഫ് അൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ടു ദ ബോട്ടം, ഹൂ വിൽ വിൻ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണോ വെലോസിറ്റി കൂടുതൽ, ആക്സിലറേഷൻ കൂടുതൽ, ടൈം കുറവ്, അവനായിരിക്കും ആദ്യം എത്തുക. അപ്പം സ്വാഭാവികപരമായിട്ടും വെലോസിറ്റി കൂടണമെങ്കിൽ, ആക്സിലറേഷൻ കൂടുതൽ ആകണമെങ്കിൽ k²/r² മിനിമം ആയിരിക്കണം. സോ ദ സോളിഡ് സ്പിയർ at first, and the second one as a disc, and the last the ring. The ring got the maximum moment of inertia. So we have to discuss what is the frictional force there. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, weight mg is acting vertically downward, the correspondingly reaction that is perpendicular to the surface, സാധാരണ രൂപത്തിൽ കോണ്ടാക്ട് ചെയ്യുന്ന പൊസിഷന് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയാണെങ്കിൽ നമുക്ക് എം ജിയെ 2 കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാം. സോ ഈ ആംഗിൾ തീറ്റയായി മാറുന്നത് കൊണ്ട് ദിസ് ബിക്കം എം ജി കോസ് തീറ്റ ആൻഡ് ദിസ് കമ്പോണൻറ്റ് ബിക്കം എം ജി സൈൻ തീറ്റ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, ഈ ബോഡി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ റിലേറ്റീവ് മോഷൻ. So that is acting like that in that direction. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം, the net force acting on it, m into a, is nothing but equal to mg sin theta minus that friction. So the frictional force become equal to mg sin theta minus mass into acceleration. ഒരു റോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഈസ് ജി സൈൻ തീറ്റ ബൈ 1 + k²/r². സോ ഇഫ് യു ജസ്റ്റ് ടേക്ക് ദാറ്റ് എം ജി സൈൻ തീറ്റ ഇൻ കോമൺ ആൻഡ് ജസ്റ്റ് സോൾവ് ഇറ്റ്, യു ഗെറ്റ് ദ ഇക്വേഷൻ ആസ് k²/r² ബൈ 1 + k²/r². വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇറ്റ് വിൽ റോൾ ഡൗൺ വെൻ ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു സർഫസിൽ എന്തുമാത്രം ഫ്രിക്ഷൻ ഉണ്ടാകണമെന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മ്യൂ ടൈംസ് ഓഫ് റിയാക്ഷൻ അല്ലേ. റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എം ജി കോസ് തീറ്റ അല്ലേ. സോ ആ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, എം ജി സൈൻ തീറ്റ ഇൻറ്റു k²/r² ബൈ 1 + k²/r². സോ എം ജി cancel, and cos theta on the denominator, it become tan theta. So we can say the mu should be equal to or greater than tan theta into k²/r² by 1 + k²/r². വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ അത് ഓർമ്മയുടെ ഓരോ ഒബ്ജക്റ്റിനും ഓരോ k²/r² ആണ്. സോ റിങ് റോൾ ഡൗൺ ആകണമെങ്കിൽ വേണ്ട ഫ്രിക്ഷണൽ കൺസെപ്റ്റ് അല്ല അത് ഡിസ്കിന്, അത് സിലിണ്ടർ, അത് സോളിഡ് സ്പിയറിന് എന്നുള്ള കാര്യം ഓർക്കുക. വി ക്യാൻ ഗോ വിത്ത് എ സിമ്പിൾ ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. വെൻ എ സ്പിയർ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I rolls down an inclined plane, then find the fraction of rotational kinetic energy of total energy. ടോട്ടൽ എനർജിയുടെ എന്ത് പാർട്ടാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്ക് ഉപയോഗിക്കുക? അത് റോളിംഗ് മോഷൻ ആയാലും സാധാരണ ഹൊറിസോണ്ടൽ സർഫസിലെ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനാകാനും ഒരേ കൺസെപ്റ്റാണ് ഉപയോഗിക്കുക. ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ വി സേ ഇറ്റ് ഈസ് ½ I ω². ദ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ½ mv² പ്ലസ് ½ I ω². So we can just substitute it for I as equal to em into k² and omega as v/r. So v²/r², that division by that ½ m into v² plus ½ m k² into v²/r². നമ്മുടെ ½ v² കോമൺ ആയിട്ട് എടുത്താൽ we get the value as k²/r² by 1 + k²/r². വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ഇതേ കൺസെപ്റ്റിൽ പലപ്പോഴും പല ക്വസ്റ്റ്യനുകളും ചോദിക്കാറുണ്ട്. സോ വി ക്യാൻ റീപ്ലേസ് ദാറ്റ് ½ I ω² by k²/r² and ½ mv² by 1 and ½ I ω² by k²/r². പലപ്പോഴും ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റ്സുകളിൽ മറ്റൊന്നിതാണ്,
have to find what is the kinetic energy of rotation to kinetic energy of linear. So kinetic energy of rotation we can simply replace with k square by r square. And suppose അവരുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ലീനിയറിന് നമുക്ക് 1 എന്ന് കൊടുക്കാം, ടോട്ടൽ കൈനറ്റിക് എനർജിക്ക് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിന് എന്താണ് ഉത്തരം? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ നമ്മളുടെ സ്പിയറിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം എം ഇൻറ്റു കെ സ്ക്വയർ എന്ന് പറയുന്നത് 2/5 എം ഇൻറ്റു ആർ സ്ക്വയർ ആണെങ്കിൽ ഉറപ്പിച്ച് പറയാം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. That division by 1 plus 2/5, so that is equal to 2/5 by 7/5. So you get the value as 2/7. Percentage wise നമ്മൾ പറഞ്ഞാണെങ്കിൽ നമുക്ക് പറയാം 200 into 100, 200 by 7. So roughly we can say as 28.57%. So വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.